മോശം ഭർത്താവാണ്, ഞാൻ സമ്മതിച്ചു. പക്ഷെ നല്ല അച്ഛനാട്ടോ. അങ്ങനൊരു സാധനം ഉണ്ടോ? അതായത് നല്ല അച്ഛൻ പക്ഷെ മോശം ഭർത്താവ്. കുറച്ച് വർഷം മുന്നേ കണ്ട ഒരു സിനിമയിലാട്ടോ ഞാൻ ഈ ഡയലോഗ് ആദ്യം ശ്രദ്ധിക്കുന്നത്. ഇതിന് മുന്നേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ കുഞ്ചാക്കോബൻ ഇങ്ങനെ സിനിമയിൽ പറയാണ്, അയാൾ ഒരു മോശം ഭർത്താവാണെങ്കിലും നല്ല അച്ഛനാണ്. ആ ഡയലോഗ് കേട്ടപ്പോൾ ഞാനൊന്ന് ഞെട്ടി. നല്ല അച്ഛനാണെങ്കിലും മോശം ഭർത്താവാണ്. അങ്ങനെ നല്ല അച്ഛനാവോ മോശം ഭർത്താവാണെങ്കിൽ? അത് കേട്ടപ്പോൾ എനിക്ക് ശരിക്കും ഉണ്ടല്ലോ ചിരി വന്നു. കാരണം എന്താ, നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നമ്മുടെ അമ്മയെ എടുത്തിട്ട് ഇടിക്കുകയും അടിക്കുകയും ചെയ്യുന്നു, അവരോട് മോശമായിട്ട് പെരുമാറുന്നു, അവരെ ചീത്ത മാത്രം വിളിക്കുന്നു. പക്ഷേ കുഞ്ഞുങ്ങളോട് നല്ലത് പെരുമാറുന്നതുകൊണ്ട് നല്ല അച്ഛനായി. അങ്ങനെ കുഞ്ഞുങ്ങളോട് മാത്രം നന്നായി പെരുമാറിയതുകൊണ്ടും അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം സാധിച്ചു കൊടുത്തുകൊണ്ടും ആളുകൾ നല്ല അച്ഛന്മാരാകുമോ? ഒരിക്കലും ഇല്ല. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നമ്മുടെ അമ്മയെ മോശമായി പെരുമാറുന്ന ഒരാൾ ഒരിക്കലും ഒരു നല്ല അച്ഛനല്ല, അയാളൊരു നല്ല മനുഷ്യനല്ല, അതുകൊണ്ട് തന്നെ നല്ല അച്ഛനുമല്ല. അതായത് വീട്ടിൽ തന്നെയുള്ള ആൾക്കാരോട് പോലും സ്നേഹത്തോടെയും സമാധാനത്തോടെയും ഒന്നും സംസാരിക്കാൻ കഴിയാത്ത ഒരാൾക്ക് ഒരാളെ നല്ല അച്ഛനെന്ന് വിളിക്കാനേ പറ്റില്ല. കാരണം ഈ അച്ഛൻ്റെ ഈ പെരുമാറ്റം കണ്ടാണ് കുഞ്ഞുങ്ങൾ വളരുന്നത്. അതായത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള അമ്മയോട്, അതായത് അയാളുടെ ഭാര്യയോട് ഏറ്റവും മോശമായി പെരുമാറുന്ന ഒരാൾ എന്തൊക്കെ ഇനി കുഞ്ഞുങ്ങൾക്ക് ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞാലും, അവരോട് എത്ര സ്നേഹമായിട്ടും ആത്മാർത്ഥമായിട്ടും പെരുമാറി എന്ന് പറഞ്ഞാലും ഒരു നല്ല അച്ഛനാവുന്നില്ല. കാരണം അയാൾ ഒരു മോശം മാതൃകയാണ് കുഞ്ഞുങ്ങൾക്ക് കാട്ടിക്കൊടുത്തുകൊണ്ടിരിക്കുന്നത്, അല്ലേ? വീട്ടിൽ തന്നെയുള്ള ആൾക്കാരോട്, അത് വീട്ടിൽ തന്നെ വേണമെന്നില്ല, മറ്റു മനുഷ്യരോട്, ഒരു സഹജീവിയോട് അത്തരത്തിലൊന്നും പെരുമാറാൻ ഒരു മനുഷ്യർക്കും അധികാരമില്ല. അതുകൊണ്ട് തന്നെ സ്വന്തം വീട്ടിൽ തന്നെ അത്രയും വയലൻസ് കാണിക്കുന്ന ഒരു അച്ഛൻ ഒരിക്കലും ഒരു നല്ല അച്ഛനല്ല. അതുകൊണ്ട് കുഞ്ഞുങ്ങളോട് നന്നായി പെരുമാറിയെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ഒരു നല്ല അച്ഛനാവുന്നതേ ഇല്ല. നമ്മൾ ഓർത്തു നോക്കൂ, എന്തുമാത്രം വയലൻസ് ആണ് ഈ നമ്മുടെ പല ഫാമിലിയിലും തന്നെ നടക്കുന്നത്, അല്ലേ? സിനിമകൾ പോലും ഒരുപാട് വയലൻസ് ഉള്ളപ്പം, അതായത് അഡൾട്ട് ഒള്ളി എന്ന് പറഞ്ഞ് ഇറക്കുന്ന പല സിനിമകളും അതിനകത്തെ വയലൻസ് കൊണ്ടാണ് അഡൾട്ട് ഒള്ളി ആവുന്നത്. ചില സിനിമകൾ 12 years പ്ലസ് എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങും. അപ്പോൾ എന്താണ് അതിന് കാരണം? കുട്ടികൾക്ക് കാണാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അതിനകത്തൊക്കെ വരുന്നത്. അപ്പോൾ ഈ കണ്ടന്റ് എന്താണ്? കണ്ടന്റ് കുഞ്ഞുങ്ങൾക്ക് പറ്റിയ കണ്ടന്റ് അല്ല, വയലൻസ് ഉള്ളത് കൊണ്ടാണ് അത് പറയുന്നത്. വീട്ടിലുണ്ടാകുന്ന വയലൻസോ, അമ്മയോട്, അവരോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാളാണ് അമ്മ, അല്ലേ? കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള അടുപ്പമുള്ള ആളാണ് അമ്മ. ആ അമ്മയോട് ഏറ്റവും മോശമായി പെരുമാറുന്ന ഒരാൾ ഒരിക്കലും ഒരു നല്ല മാതൃകയല്ല കുഞ്ഞുങ്ങൾക്ക് നൽകുന്നത്. അപ്പോൾ പിന്നെ ആ ആളെ എങ്ങനെയാണ് നമ്മൾ നല്ല അച്ഛൻ എന്ന് പറയുക? നമ്മൾ ഓർക്കണം, പലപ്പോഴും സീരിയൽ കില്ലേഴ്സിനെയും സ്ത്രീകളോട് അതിക്രമം കാണിക്കുന്നവരെല്ലാം അവരുടെ പാസ്റ്റും ഒക്കെ വിശദമായിട്ട് അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലായിട്ടുള്ളത് ഒരു ട്രോമാറ്റിക് ചൈൽഡ്ഹുഡ്, അതായത് കുട്ടിക്കാലത്ത്, ബാല്യകാലത്ത് അവർ നേരിട്ടിട്ടുള്ള പല മോശമായ അനുഭവങ്ങളുമാണ് അവരുടെ സ്വഭാവ വൈകല്യങ്ങൾക്ക് കാരണമായതെന്നാണ്. ഫോർമേറ്റീവ് ഇയേഴ്സ്, കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന പ്രായത്തിൽ അവരുടെ ബുദ്ധിവികാസവും അവരുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റി എല്ലാം അവർ കൈവരിച്ചുകൊണ്ടിരിക്കുന്ന പ്രായത്തിൽ ഇത്തരം കാര്യങ്ങൾ അവർ കാണുന്നതും അത് നോർമലൈസ് ചെയ്യപ്പെടുന്നതും, അതായത് അവർക്ക് ഏറ്റവും സ്നേഹമുള്ള അവരുടെ അച്ഛനല്ലേ ഇങ്ങനെ പെരുമാറുന്നത്, അപ്പോൾ അച്ഛൻ അമ്മയോട് അങ്ങനെയാണ് പെരുമാറുന്നതെന്നാണ് അവർ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഫോർമേറ്റീവ് ഇയേഴ്സിൽ അത്തരം തെറ്റായ ധാരണകൾ അവരുടെ മനസ്സിലുണ്ടാക്കാൻ ഇത്തരം പെരുമാറ്റങ്ങൾ കാരണമാകും. ഇപ്പോൾ പല വീടുകളിലും ഭാര്യയോട് വളരെ മോശമായി ഭർത്താവ് പെരുമാറും, അപ്പോഴെല്ലാം ഭാര്യ കടന്ന് കരയും. പിറ്റേ ദിവസം രാവിലെ ഒന്നും സംഭവിക്കാത്ത പോലെ, വേറൊരു നിവൃത്തിയില്ലാത്തതുപോലെ അവരെഴുന്നേറ്റ് വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുകയും ഈ ഭർത്താവിൻ്റെയും കുഞ്ഞുങ്ങളുടെയും കാര്യങ്ങൾ നോക്കാനും തുടങ്ങും. അപ്പോൾ എന്താണ് കുഞ്ഞുങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന സന്ദേശം? ഇത് നോർമലാണ്. അവരങ്ങ് നോർമലൈസ് ചെയ്യപ്പെടുകയാണ് ആ ബിഹേവിയർ. അങ്ങനെയാണ് അച്ഛൻ അമ്മയോട് പെരുമാറേണ്ടത്, അങ്ങനെയാണ്. അമ്മ എന്ത് പറഞ്ഞാലും അതിനെ എതിർക്കണമെങ്കിൽ അടിക്കുകയാണ് വഴി, അല്ലെങ്കിൽ അവരോട് ചീത്ത വിളിക്കുകയാണ് വഴി എന്നാണ് കുഞ്ഞുങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം ആരും അതിനെ എതിർക്കുന്നുമില്ല, ആരും അത് തെറ്റാണെന്ന് പറയുന്നുമില്ല. ഇത്തരം കാര്യങ്ങൾ അവരുടെ സ്വഭാവ രൂപീകരണത്തിൽ വളരെ മോശമായി തന്നെ ബാധിക്കും. അതുകൊണ്ട് ആ അച്ഛൻ എത്ര നന്നായി കുഞ്ഞുങ്ങളോട് പെരുമാറിയാലും, അവരുടെ എന്ത് ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ തയ്യാറായാലും ഒരിക്കലും ഒരു നല്ല മനുഷ്യനോ നല്ല അച്ഛനോ അല്ല. കാരണം കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന ഏറ്റവും മോശം മാതൃകയാണ് വീട്ടിൽ വെച്ച് തന്നെ ഇത്രയും കൂടിയ വയലൻസ് ഭാര്യയോട് കാണിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും പ്രധാനമായും ചിന്തിക്കേണ്ട കാര്യം, നമ്മുടെ വീട് അത് സ്നേഹമുള്ള ഒരു വീടായിരിക്കണം. സ്നേഹമായിരിക്കണം അവിടെ പ്രധാനമായി നിൽക്കേണ്ടത്. അച്ഛൻ അമ്മയോട് സ്നേഹം കാണിക്കുന്നതിലോ അമ്മ അച്ഛനോട് സ്നേഹം കാണിക്കലോ ഒരിക്കലും പിശിക്കേണ്ട ആവശ്യമില്ല. അത് കുഞ്ഞുങ്ങൾ കാണുക തന്നെ വേണം. അച്ഛനും അമ്മയും സ്നേഹമായിട്ടാണ് കഴിയുന്നതെന്ന് അവർ മനസ്സിലാക്കുക തന്നെ വേണം. ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കുശുമ്പ് വരും, അച്ഛൻ അമ്മയുടെ കൂടിയിരിക്കുന്നതൊക്കെ എൻ്റെ അമ്മയാണ് അല്ലെങ്കിൽ എൻ്റെ അച്ഛനാണെന്നൊക്കെ പറഞ്ഞ് വരും. അപ്പം എൻ്റെയും കൂടെ ആണ് എന്ന് തന്നെ പറഞ്ഞ് ഭർത്താവിനെയോ ഭാര്യയോ നിങ്ങൾ പരസ്പരം ചേർത്ത് പിടിക്കാൻ തയ്യാറാവണം. അങ്ങനെ സ്നേഹമുള്ള ഒരു വീട്ടിലെ സ്നേഹമുള്ള കുഞ്ഞുങ്ങളുണ്ടാവുള്ളൂ. ഈ സിബ്ലിങ്സിലെ ഈ 2 മക്കളാണെങ്കിൽ അവരൊക്കെ തമ്മിലുള്ള ബോണ്ട് മെച്ചപ്പെടാൻ പോലും ഈ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആ സ്നേഹം അവർ കാണുന്നത് വളരെ നല്ലതാണ്. അതുകൊണ്ട് എന്തുകൊണ്ടും ഭാര്യയോട് മോശമായി സംസാരിക്കുന്നതോ അടിക്കുന്നതോ ഒക്കെ കാണുന്നതിലും നല്ലത് നിങ്ങളുടെ റൊമാൻസ്, അതായത് നിങ്ങൾ സന്തോഷത്തോടെ സ്നേഹത്തോടെ കഴിയുന്നത് അവർ കാണുന്നത് തന്നെയാണ്. അച്ഛൻ അമ്മയെ ഒരുപാട് ഇഷ്ടമാണെന്നും അമ്മയ്ക്ക് അച്ഛനെ ഒരുപാട് ഇഷ്ടമാണെന്നും അവർക്ക് തോന്നണം, അവർക്ക് മനസ്സിലാവണം, നിങ്ങളുടെ പെരുമാറ്റത്തിൽ നിന്നും തോന്നണം. അച്ഛൻ പറയുന്ന അഭിപ്രായങ്ങളെ അമ്മ മാനിക്കുന്നുണ്ടെന്നും അമ്മയുടെ അഭിപ്രായങ്ങളെ അച്ഛൻ മാനിക്കുന്നുണ്ടെന്നും രണ്ടുപേരുടെ ചേർന്നാണ് ഒരു ഡിസിഷൻ എടുക്കുന്നതെന്നും ഒക്കെ അവർക്ക് മനസ്സിലാകണം.
പണ്ടൊക്കെ ഉണ്ട് എന്തെങ്കിലും ഒരു കാര്യം നമ്മളിങ്ങനെ അച്ഛനോടോ അമ്മയോടോ ചോദിക്കുമ്പോഴത്തേനും അമ്മയോടോ ചോദിക്കുന്നെങ്കിൽ അച്ഛനോട് ചോദിക്കുക. അതായത് വേണ്ട എന്ന് പറയുന്നതിന് പകരമുള്ള ഡയലോഗാണ് ആ അച്ഛനോട് ചോദിക്കുന്നത്. അപ്പോൾ അച്ഛനാണല്ലോ നോ പറയുന്നത്, അപ്പോൾ അച്ഛനായിക്കോളുമല്ലോ വില്ലൻ. അല്ലെങ്കിൽ അമ്മയോട് ചോദിക്കാൻ പറയും, അമ്മയാണല്ലോ നോ ആവുന്നത്. അങ്ങനെ ചോദിക്കാൻ വരുമ്പോഴേ അറിയാം പറയാൻ വേണ്ട എന്നുള്ളത് പറയാൻ പറ്റാത്തതുകൊണ്ട് ഈ പറഞ്ഞു വിട്ടേക്കുന്നത്. അങ്ങനെയല്ല, നിങ്ങൾ രണ്ടുപേരും ഒരു പേജിലായിരിക്കണം ഏത് ഡിസിഷൻസിലും. അപ്പോൾ അച്ഛനോടോ അമ്മയോടോ ചോദിക്കാൻ പറഞ്ഞു വിടുന്നതിൽ കാര്യമില്ല. നിങ്ങൾ രണ്ടുപേരും ഡിസ്കസ് ചെയ്ത് തന്നെ വേണം. അമ്മയുമായി ഒന്ന് ആലോചിച്ചിട്ട് അച്ഛൻ പറയാം, അല്ലെങ്കിൽ അച്ഛനുമായിട്ടൊന്ന് ആലോചിച്ചിട്ട് അമ്മ പറയാമെന്ന് പറയണം. അപ്പോൾ എന്താണ് കുട്ടികൾക്ക് മനസ്സിലാവുന്നത്? അച്ഛനോ അമ്മയോ അല്ല, കൂട്ടായിട്ടാണ് നമ്മുടെ വീട്ടിലെ തീരുമാനങ്ങൾ എടുക്കുന്നതെന്നാണ് അല്ലേ. അങ്ങനെ വേണം കുഞ്ഞുങ്ങൾ മനസ്സിലാക്കാൻ. അതായത് രണ്ടുപേർക്കും ഒരേപോലെ പ്രാധാന്യമുള്ള, രണ്ടുപേർക്കും ഒരുപോലെ അഭിപ്രായങ്ങളുള്ള, രണ്ടുപേരും കൂട്ടായി തീരുമാനമെടുക്കുന്നതാണ് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ. അവർ വളർന്നു വരുമ്പോൾ, കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അവരെയും കൂടി ഈ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്യിക്കാവുന്നതാണ്. അവർക്കിപ്പോൾ തന്നെ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. അത് വേണോ, ഇത് വേണോ, ഇന്നത് വേണോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ കുഞ്ഞുങ്ങളെ കൂടി ഇൻവോൾവ് ചെയ്യിപ്പിക്കാം. അവരുടെ അഭിപ്രായങ്ങളും മനസ്സിലാക്കാം. അവർ പറയുന്ന അഭിപ്രായങ്ങൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കാം. സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനൊക്കെ അവർക്ക് സഹായകമാകുന്ന ഒരു കാര്യമാണിത്. ഇപ്പം അച്ഛൻ തന്നെത്താനെ ഓരോ തീരുമാനങ്ങൾ എടുത്ത് ഓരോ സാധനങ്ങൾ വാങ്ങുന്നു, അത് ഉപയോഗിക്കുന്നു, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? അമ്മയോട് ഇത്തരം കാര്യങ്ങളൊന്നും അഭിപ്രായം ചോദിക്കേണ്ട കാര്യമില്ല, നമുക്ക് എന്താണ് ഇഷ്ടമുള്ളത് നമ്മൾ അങ്ങ് ചെയ്താൽ മതി എന്നാണ്. പക്ഷേ അങ്ങനെയല്ല. അച്ഛനും അമ്മയ്ക്കും തുല്യ പ്രാധാന്യമാണെന്നും രണ്ടുപേരും കൂട്ടായാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നും രണ്ടുപേരോട് ആലോചിച്ചാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നതെന്നും കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവണം. അതുകൊണ്ട് തന്നെ ഒരു മോശം ഭർത്താവായിരുന്നുകൊണ്ട് നല്ല അച്ഛനാകാമെന്ന് ആരും വ്യാമോഹിക്കേണ്ട. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ആദ്യം ഒരു നല്ല മനുഷ്യനാവണം. അതിന് നമ്മൾ ചുറ്റുമുള്ളവരോട് എങ്ങനെ പെരുമാറണമെന്ന് മനസ്സിലാക്കണം. നമ്മുടെ പെരുമാറ്റം കണ്ടാണ് കുഞ്ഞുങ്ങളും പഠിക്കുന്നത്. അവരവരുടെ സുഹൃത്തുക്കളോട് പെരുമാറുന്നത്, ഭാവിയിൽ അവരുടെ പാർട്ട്നേഴ്സിനോട് പെരുമാറുന്നത്, ചുറ്റുമുള്ളവരോടെല്ലാം പെരുമാറുന്നത്. അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ പെരുമാറ്റത്തിന് കാരണം, മോശമായ പെരുമാറ്റത്തിന് കാരണം നമ്മളാവരുത് ഒരിക്കലും. നമുക്കറിയാം, ബന്ധുക്കളൊക്കെ ഉള്ളപ്പോൾ ചിലപ്പം വലിയ ബഹളങ്ങളോ വഴക്കോ ഒക്കെ ഉണ്ടാവാം. അത്തരം സിറ്റുവേഷൻസിൽ കുഞ്ഞുങ്ങളെ അവിടെ നിന്ന് മാറ്റുക. അവരത് വിറ്റ്നസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഈ ബന്ധുക്കൾ ഒന്നും രണ്ടും പറഞ്ഞ് അടുത്ത ദിവസം ചിലപ്പോൾ കൂട്ടാവും. പക്ഷേ ആ വഴക്കുണ്ടാക്കുന്ന ട്രോമ കുഞ്ഞുങ്ങളുടെ ഇടയ്ക്ക് എല്ലാ കാലവും ചിലപ്പോൾ നിലനിന്നേക്കും. അവർക്കതൊരു വലിയ ബുദ്ധിമുട്ടായി മാറി. വലിയ ബഹളങ്ങളോ ആരെങ്കിലും ഒച്ച വെച്ച് സംസാരിച്ചാലൊക്കെ വലിയ പേടിയും പാനിക് അറ്റാക്കും ഒക്കെ വരുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്താം. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ ഈ കുഞ്ഞു പ്രായത്തിൽ ഈ വയലൻസും മോശം ബിഹേവിയറൊന്നും അധികം കാണേണ്ടി വരാതെ വളർത്തുക. ഇപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ അത്തരം പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഒരു കൗൺസിലറുടെ സഹായത്തോടെ എങ്ങനെയെങ്കിലും അത് പരിഹരിച്ച് സാധാരണ പോലെ സമാധാനത്തോടെ പെരുമാറാൻ പറ്റുന്ന രീതിയിലാക്കിയെടുക്കുക. ഒരു കാരണവശാലും യോജിച്ചു പോകാൻ പറ്റാത്തവരാണെങ്കിൽ പിരിഞ്ഞു തന്നെ ജീവിക്കുക. എനിക്കറിയാം, കുഞ്ഞു കുട്ടികൾക്ക് സിംഗിൾ പേരൻറ്റിങ്ങിലൂടെ വളർത്തുന്ന കുഞ്ഞു കുട്ടികൾക്ക് പലതും നഷ്ടമാകുന്നുണ്ട്. ഈ പേരൻസ് സെപ്പറേറ്റഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് പലതും നഷ്ടമാകുന്നുണ്ട്. പക്ഷേ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുമെന്ന് പറഞ്ഞാൽ അവർ ജീവിക്കുന്നത് തീർത്തും ജീവിക്കാൻ കൊള്ളാത്ത ഒരു സാഹചര്യത്തിലായി മാറരുത്. അത് അവരെ ഇതിലും മോശമായി ആയിരിക്കും ബാധിക്കുക. അതുകൊണ്ട് തന്നെ വയലൻസ് വീട്ടിൽ നടക്കുമ്പോൾ കുഞ്ഞുങ്ങളത് കാണുന്നില്ലെന്ന് ഉറപ്പാക്കുക. എപ്പോഴും വയലൻസ് നടക്കുന്ന ഒരു വീടാണ് നിങ്ങളുടേതെങ്കിൽ അത് പരിഹരിക്കാൻ അവർക്ക് കുറച്ചുകൂടെ നല്ല ഒരു അറ്റ്മോസ്ഫിയർ, കുഞ്ഞുങ്ങൾക്ക് വളർന്നു വരാൻ കുറച്ചുകൂടെ നല്ല അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു വീടാക്കി നിങ്ങളുടെ വീടിനെ മാറ്റുക. അതിന് എന്ത് റിമൂവ് ചെയ്യണോ, എന്തൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കണോ അതെല്ലാം പരിഹരിച്ച് മുമ്പോട്ട് പോവുക.